സ്ഥാനത്തെ ഒറ്റുകൊടുത്തു സ്ഥാനത്തെ അപമാനിക്കോ ബലിദാനികളെ കൂട്ടുപിടിച്ച പട്ടാപ്പകലിൽ പാലക്കാട് ഇന്ന് ഞങ്ങളെടുത്തോളാം നോക്കൂ, സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ ആരാണ്? അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ അതോ BJP-കാരനാണോ എന്നുള്ള സംശയമാണ് നമുക്ക് ഉണ്ടാവുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അദ്ദേഹം നിരന്തരം BJP-യെ നന്നാക്കാൻ വേണ്ടിയിട്ട്, കോൺഗ്രസ്സിൽ ചേക്കേറിയതിൽ പിന്നെ BJP-യെ നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരെക്കുറിച്ച് മാത്രം കോൺഗ്രസ്സിൽ ചേർന്ന് പറയുക, BJP-നുള്ളിൽ നട്ടലുള്ള ആരുമില്ല, ഈ BJP-CPM സഖ്യത്തെ ഒരു അന്തർധാരയെ എതിർക്കാൻ വേണ്ടിയിട്ട് അവർക്കിടയിൽ ആരുമില്ല, നട്ടലുള്ള ആരുമില്ല എന്നൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റിൽ സന്ദീപ് വാര്യർ പറയുന്നത്. അത് കഴിഞ്ഞ ദിവസമായിരുന്നു ജയകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വധത്തിൻ്റെ ബലിദാന ദിന അനുസ്മരണം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായി. 25ാം ബലിദാന ദിന അനുസ്മരണമായിരുന്നു. അതിൽ യുവമോർച്ച പ്രവർത്തകർ ഒരു സ്ഥലത്ത് നടത്തിയ പ്രകടനത്തിൽ സന്ദീപിന് നേരെ വലിയ വീരവാദം മുഴക്കുന്ന കുറേയധികം കൊലവിളി നയിക്കുന്ന ഒരുപാട് മുദ്രാവാക്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെ പ്രതികരിച്ചുകൊണ്ടാണ് സന്ദീപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നത്. ഒറ്റുകാര സന്ദീപെ, പട്ടാപ്പകലിൽ പാലക്കാട് നിന്നെ ഞങ്ങൾ എടുത്തോളാം. ഇതായിരുന്നു സന്ദീപ് വാര്യർക്കെതിരെ യുവമോർച്ച മുഴക്കിയ മുദ്രാവാക്യം. അതിന് സന്ദീപ് വാര്യർ ഒരു 3 മണിക്കൂർ മുൻപ് ഇട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: യുവമോർച്ചയുടെ കൊലവിളി മുദ്രാവാക്യം കേട്ടു. ഒറ്റുകാരനായ എന്നെ പട്ടാപ്പകൽ പാലക്കാട് എടുത്തോളാം എന്നാണ് കൊലവിളി. ഈ BJP-ക്കാർക്ക് ഇതെന്തു പറ്റി? മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്ന് K. സുരേന്ദ്രൻ പറയുന്നു. പത്രം ആപ്പീസുകൾക്കുള്ളിൽ കയറി ശരിയാക്കി കളയുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ കൂടാരമായി മാറിയ നിങ്ങളിൽ നിന്ന് അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കൊലക്കത്തി പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അശേഷം ഭയമില്ല. ഒറ്റുകാരും കൂടെ നിന്ന് ചതിക്കുന്നവരും BJP ഓഫീസിനകത്താണ് ഇരിക്കുന്നത്, അത് ഞാനല്ല. എനിക്ക് നേരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയ യുവമോർച്ചയോടാണ് പറയാനുള്ളത്. എൻ്റെ നേരെ കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ കാണിച്ച ആത്മാർത്ഥതയുടെ 100-ൽ 1 ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നലെ കേരളത്തിലെ 13 ജില്ലയിലും KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലി നടക്കേണ്ടതായിരുന്നു. നിങ്ങളിപ്പോൾ ജയകൃഷ്ണൻ മാസ്റ്റർ പോലും കണ്ണൂരിൽ മാത്രം ഒതുക്കേണ്ട പേരായല്ലോ. ബാക്കിയുള്ള ജില്ലകളിൽ പാർട്ടി ആപ്പീസിനകത്ത് പേരിനൊരു പുഷ്പാർച്ചന. ജയകൃഷ്ണനെ വെട്ടിയെരിഞ്ഞ CPM-മായി കേരളത്തിൽ നാണമില്ലാതെ സഖ്യം ചേർന്ന BJP നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ സകല കേസുകളിൽ നിന്നും വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലയാളിയായ പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുന്ന BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ നട്ടല് നിവർത്തി എതിർക്കാൻ തന്റേടമുള്ള ഒരുത്തൻ പോലും നിങ്ങൾക്കിടയിൽ ഇല്ലല്ലോ. KT ജയകൃഷ്ണൻ അനുസ്മരണ റാലി പോലും CPM-ന്റെ തിട്ടൂരത്തിന് വഴങ്ങി കണ്ണൂരിലേക്ക് മാത്രമായി ഒതുക്കിയ K. സുരേന്ദ്രനും കൂട്ടാളികൾക്കുമെതിരെ ശബ്ദിക്കാൻ നട്ടലില്ലാത്തവർ എന്നെ ഭീഷണിപ്പെടുത്തുവാൻ വരരുത്. നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിത്തരാൻ സൗകര്യമില്ല. ഇങ്ങനെയാണ് സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നമുക്കറിയാം, ജയകൃഷ്ണൻ മാസ്റ്റർ 1999 ഡിസംബർ 1-ാം തീയതിയാണ് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നതിനിടെ മരണപ്പെടുന്നതല്ല കൊല ചെയ്യപ്പെടുന്നത്. CPM പ്രവർത്തകരാണ്. ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു കേരളത്തിലെ. CPM പ്രവർത്തകരായിരുന്നു അതിൻ്റെ പ്രതികളൊക്കെ. അപ്പോൾ സന്ദീപ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്, ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്, എന്തുകൊണ്ട് കണ്ണൂർ മാത്രം, ചില സ്ഥലങ്ങളിൽ മാത്രം ഇദ്ദേഹത്തിൻ്റെ ഈ ബലിദാന ദിന അനുസ്മരണമൊക്കെ ഒതുക്കി കളയുന്നു? കേരളം മുഴുവൻ വ്യാപകമായിട്ട് എന്തുകൊണ്ട് അത് ആചരിക്കുന്നില്ല? മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഏതാനും പുഷ്പാർച്ചനകളും മാത്രമാണ് ഈ ജയകൃഷ്ണ മാസ്റ്ററിൻ്റെ പേരിൽ നടക്കുന്നത്. അത് പിണറായി വിജയനെ ഭയന്നുകൊണ്ടാണ്, CPM-നെ ഭയന്നുകൊണ്ടാണ്. അവർ തമ്മിലുള്ളൊരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഈ സന്ദീപ് ആരോപിക്കുന്നത്. വാടിക്കൽ രാമകൃഷ്ണനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അത് വലിയ രീതിയിൽ അതിൽ പിണറായി വിജയനെ രക്ഷിച്ചെടുത്തത് BJP ആണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു സജീവമായിട്ടുള്ള ഒരു അന്തർധാര സജീവമാണ്. അതിനെ എതിർക്കാൻ
തൻ്റെ ഇടത്തോടുകൂടി എതിർക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം എന്തുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇല്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് BJPൻ്റെ അകത്ത്. ഈ ഇത്തരം ചോദ്യങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് സന്ദീപിന് കോൺഗ്രസ്സിൽ കയറിയിട്ട് അവരെ പണിയെടുത്താൽ പോരെ, എന്തിനാണ് സന്ദീപ് BJPയെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന് BJP ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള മനോവിഷമമാണ് അദ്ദേഹം ഓരോ പോസ്റ്റിലൂടെയും. കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത്തിൻ്റെ അഭിപ്രായത്തെ പരാമർശിച്ചുകൊണ്ട് മോഡി പറഞ്ഞ കാര്യവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ കുട്ടികളുടെ ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ടിട്ട്. ഞാനൊരു കാര്യം ഗൗതമിനോട് ചോദിക്കട്ടെ. ഈ പ്രത്യേകിച്ച് കേരളത്തിൽ പല നേതാക്കന്മാരും ഉണ്ടെങ്കിലും സന്ദീപ് വാര്യർ വന്നതിന് ശേഷമാണ് RSSന്റെ ആശയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ കുറച്ചുകൂടി അണികൾക്കിടയിൽ ബലപ്പെട്ടത്. സന്ദീപ് വാര്യരുടെ പല പോസ്റ്റുകളിലൂടെയും സന്ദീപ് വാര്യരുടെ പല പ്രസംഗങ്ങളിലൂടെയും ഒക്കെയാണ്, ചർച്ചകളിലൂടെയും ഒക്കെയാണ് പല ആളുകളിലും പല മുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുതുതലമുറയിലെ അണികളിലൊക്കെ ഈ RSSന്റെ പ്രത്യയശാസ്ത്രം കുത്തിവെക്കാൻ ആശയങ്ങൾ അത് കൃത്യമായി എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ സന്ദീപ് വാര്യർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുമുണ്ട്. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞ പോസ്റ്റിലെ ഒരു ഭാഗം നമുക്ക് എടുത്തു നോക്കാം. അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ കൂടാരമായി മാറിയ നിങ്ങളിൽ നിന്ന് അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ എന്നെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ്. അതായത് BJPയിൽ നിന്ന് പോയി എന്നുള്ളത് ഇപ്പോഴും സന്ദീപ് വാര്യർക്ക് വ്യക്തിപരമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. സന്ദീപിന്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം BJPയും RSSും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് സന്ദീപിന് വിട്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സന്ദീപ് സ്വയം മറ്റുള്ളവർ പറയുന്നത് കേട്ട് ബോധ്യപ്പെടാൻ ശ്രമിക്കുകയാണ്. താൻ കോൺഗ്രസ്സുകാരനായി BJPക്കാരനല്ല, താൻ കോൺഗ്രസ്സുകാരനായി എന്ന് അദ്ദേഹം സ്വയം ബോധ്യപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPയെ നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസിലെ വിമതൻ, അതാണ് സന്ദീപ് വാര്യർ. അതായത് നട്ടലുള്ള അണികളെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കൂ. ജയകൃഷ്ണൻ മാസ്റ്റർ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ജയകൃഷ്ണൻ മാസ്റ്റർ ആർക്ക് വേണ്ടിയാണ് ഇല്ലാതായത്? ആരാണ് ജയകൃഷ്ണൻ മാസ്റ്ററെ ഇല്ലാതാക്കിയത്? ആ ചോദ്യം നിങ്ങൾ ചോദിക്കൂ. കേരളത്തിലെ 13 ജില്ലകളിലും ജയകൃഷ്ണൻ മാസ്റ്ററിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കൂ. വാടിക്കൽ രാമകൃഷ്ണനെ ഇല്ലാതാക്കിയ പിണറായിക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തൂ. നിങ്ങൾ പിണറായിക്കെതിരെ നട്ടല് നിവർത്തിക്കൊണ്ട് ചോദ്യം ചോദിക്കൂ. കെ സുരേന്ദ്രനെ പോലെ പത്രമാധ്യമ ഓഫീസുകളിൽ കയറി ചെന്ന് മാധ്യമപ്രവർത്തകരുടെ ഏറ്റുമുട്ടാതെ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കൂ. പാർട്ടിയെ വലുതാക്കാൻ വേണ്ടി പ്രവർത്തിക്കൂ. പാർട്ടിയിൽ അണികൾ ശക്തരായി നിന്നുകൊണ്ട് പാർട്ടിയെ വിപുലമാക്കാൻ ശ്രമിക്കൂ. ഈ ആഹ്വാനമാണ് സന്ദീപ് വാര്യർ തങ്ങളുടെ പോസ്റ്റിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ നന്നാക്കാനല്ല സന്ദീപ് വാര്യർ പറയുന്നത്. സന്ദീപ് വാര്യരുടെ പോസ്റ്റ് മുഴുവൻ BJPയെ നന്നാക്കാനും RSSനെ വളർത്താനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ സന്ദീപ് വാര്യരോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടവും ബഹുമാനവും തോന്നുകയാണ്. കാരണം പാർട്ടി വിട്ടു പോയിട്ടും ആ പാർട്ടി ആശയങ്ങളെയും തത്വങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് സമീപനമാണ് മറ്റൊരു കോൺഗ്രസിനെ പിണക്കുകയുമില്ല, എന്നാൽ BJPയെ പിന്തുണയ്ക്കുകയും വേണം. അതെ, മറ്റൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് താൻ ഇത്രയും നാള് പ്രവർത്തിച്ച പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരു മനസ്സ്, ആ പാർട്ടിയിൽ സംഭവിക്കുന്ന എന്താണ് പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായിട്ട് കോൺഗ്രസിൽ ഇരുന്നുകൊണ്ട് ഞാൻ പോരടിക്കുമെന്നാണ്. പോരടിക്കുക മാത്രമല്ല, കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആ പാർട്ടിയെ വളർത്തുകയും ചെയ്യും. അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ തിരുത്തിക്കൊണ്ട് പറ്റുമാണെങ്കിൽ BJPയിലെ പ്രവർത്തകരെ മുഴുവൻ ഞാൻ എന്നിലേക്ക് പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ ശബ്ദിക്കൂ, നിങ്ങൾ പ്രവർത്തിക്കൂ. എനിക്ക് തോന്നുന്നത് സന്ദീപ് വാര്യറിന് ഉള്ള ഒരു കണ്ടീഷൻ, ചേരുന്നതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJPയിൽ ഉണ്ടായിരുന്നപ്പോൾ സഞ്ജീവിനെ ഇഷ്ടപ്പെടുന്ന, സന്ദീപിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നല്ലോ. ഈ ചേതല്ലൂരിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവരെയൊക്കെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരണം എന്നും വല്ല ഡീലും കൂടി ഇതിന്റെ പിന്നാമ്പുറത്ത് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവരില്ല. ഒരൊറ്റ ആളെപ്പോലും സന്ദീപ് വാര്യർ കൊണ്ടില്ല. സന്ദീപ് വാര്യരുടെ മനസ്സിൽ ഇപ്പോഴും RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളാണ്, BJP എന്ന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളാണ്. അതൊരിക്കലും വെറുപ്പിന്റെ ഫാക്ടറി എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് മറ്റു പലരെ സന്തോഷിപ്പിക്കാനാണ്. സന്ദീപ് വാര്യരുടെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളല്ല അത്. മോദി വെറുപ്പിന്റെ നേതാവാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് പലരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അത് സന്ദീപ് വാര്യരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വന്ന വാക്കുകളല്ല. സന്ദീപ് വാര്യർ ഇപ്പോഴും
നിഷ്കളങ്കനായ ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തകനാണ്, BJP പ്രവർത്തകനാണ്, RSS പ്രവർത്തകനാണ്. അല്ലെങ്കിൽ പിന്നെ ഈ KT ജയകൃഷ്ണൻ മാസ്റ്ററിന്റെ വധത്തിൽ ഇത്രയധികം വാചാലിനും ദുഃഖിതനും ആവേണ്ട ആവശ്യം എന്താണ് സന്ദീപ് വാര്യർ? അദ്ദേഹം നിലവിലൊരു കോൺഗ്രസ്സുകാരനല്ലേ? അദ്ദേഹത്തെ നിങ്ങൾ എല്ലാ ജില്ലകളിലും നിങ്ങൾ ഇത് നടത്തുന്നില്ലല്ലോ, ഈ പ്രചരണ യോഗങ്ങൾ നടത്തുന്നില്ലല്ലോ, ബലിദാന ദിന അനുസ്മരണങ്ങൾ നടത്തുന്നില്ലല്ലോ, കണ്ണൂർ മാത്രം എന്തുകൊണ്ടാണ് ഇത് ഒതുക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ദുഃഖിതനാവുക ചെയ്യുന്നത്. ജയകൃഷ്ണ മാസ്റ്റർ ആരായിരുന്നു? അദ്ദേഹം ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു, യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അന്നേരമാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. ഇദ്ദേഹം എന്തിനാണ് അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഗൗതം, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതുപോലെ മറ്റൊരു BJP യുവമോർച്ച നേതാക്കന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് മാത്രമോ, RSS പ്രവർത്തകനായിട്ടുള്ള 2022 കൊല ചെയ്യപ്പെട്ട ശ്രീനിവാസന്റെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ട് വളരെയധികം ദുഃഖിതനായിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ BJP ആണ്, BJP നേതൃത്വമാണ്. നല്ലൊരു വക്കീലിനെ കേരളത്തിലെ അതായത് എതിർകക്ഷിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ വലിയൊരു വക്കീൽ നിന്നപ്പോൾ കേരളത്തിൽ വാദിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു സാധാരണ വക്കീലിനെയാണ് ഏർപ്പാടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ BJP നേതൃത്വത്തിന്റെ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ആ പ്രതികൾ SDPI PFI പ്രതികൾ ഇറങ്ങി വന്നത്, 17ഓളം പ്രതികൾ ഇറങ്ങി വന്നതെന്നൊക്കെ സന്ദീപ് ദുഃഖിതനായിട്ടുണ്ടായി. സുപ്രീം കോടതി അത് ശരിവെച്ചിട്ടുണ്ടായി. കാരണം ഹൈക്കോടതിയുടെ ഈ വിധി 17 പ്രതികളെ, അപ്പം സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് അപ്പോൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കഴിഞ്ഞ ഈ പോസ്റ്റ്, നമ്മളിപ്പോൾ ഈ പറയുന്ന പോസ്റ്റിന്റെ തൊട്ട് അതിന് മുമ്പിട്ട പോസ്റ്റിലും അദ്ദേഹം RSSുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ആരാണ് ശരി, മോഹൻ ഭാഗവത് ആണോ ശരി, മോദിയാണോ ശരി എന്നാണ് അദ്ദേഹം ആത്യന്തികമായിട്ട് അതിൽ ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നതാണ്, ജനസംഖ്യാ നിയന്ത്രണം അത്യാവശ്യമില്ലെന്നും സമൂഹം നിലനിൽക്കാൻ 3 കുട്ടികൾ വരെ ഒരു കുടുംബത്തിന് വേണമെന്നും RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പറയുന്നു. എന്നാൽ വികസിത ഭാരതത്തിന് ജനസംഖ്യാ നിയന്ത്രണം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. പ്രധാനമന്ത്രി പറയുന്നതാണോ RSS സർസംഘചാലക് പറയുന്നതാണോ ശരിയായ നിലപാട്? ഇതാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ആരാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നിലവിൽ തന്നെ RSSും BJPയും തമ്മിൽ ഒരു അസ്വാരസ്യം ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതേ കാര്യം തന്നെ സന്ദീപും ഉന്നയിക്കുന്നു. RSS ആണോ ശരി, BJP? സന്ദീപ് യഥാർത്ഥത്തിൽ BJP ആണോ RSS ആണോ എന്നുള്ളതാണ് ചോദ്യം. സന്ദീപ് വാര്യർ BJP ആണോ RSS ആണോ എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യമെങ്കിൽ സന്ദീപ് വാര്യർ ഇത് രണ്ടുമാണ്. സന്ദീപ് വാര്യർക്ക് ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനാകാൻ കഴിയില്ല. അത് മനസ്സിലാക്കാത്തത് ഇവിടെ K സുധാകരനും VD സതീശനും പോലെയുള്ള ചില നേതാക്കൾ മാത്രമാണ്. BJPക്ക് ഇത് നന്നായിട്ട് അറിയാം. സന്ദീപ് വാര്യർക്ക് ഒരിക്കലും ഒരു നല്ല കോൺഗ്രസ്സുകാരനാകാൻ കഴിയില്ല. VD സതീശനും K സുധാകരനും UDFിൽ ഒരു പച്ചക്കൊടി ഉള്ളതുപോലെ തന്നെ ഒരു കാവിക്കൊടിയും കൂടി വേണമെന്ന താല്പര്യം ഉടലെടുത്തിട്ടുണ്ടാവും. കാരണം ഭാവിയിൽ ഇനി കേരളത്തിൽ നിന്ന് പിഴച്ചു പോകണമെങ്കിൽ ലീഗിനെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ പോരാ, കൂടെ മറ്റു ചില ആളുകളെയും കൂടി തങ്ങളുടെ ഭാഗത്ത് ചേർക്കണമെന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ടായിരിക്കും സന്ദീപിനെയൊക്കെ കൂട്ടുപിടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നത്. ഇനിയും ഒരുപാട് ആളുകളെ വരാൻ താല്പര്യമുള്ളവർക്ക് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്നത് കാണാം. സന്ദീപ് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സന്ദീപ് വാര്യർക്ക് ഒരിക്കലും ഒരു നല്ല കോൺഗ്രസ്സുകാരനാകാൻ പറ്റില്ല. അദ്ദേഹം ജീവിക്കുന്നതും അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹം ഒരു RSSകാരനായിട്ടും അദ്ദേഹം ഒരു BJPക്കാരനായിട്ടുമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.